നമുക്ക് 2026 അർദ്ധവാർഷിക പരീക്ഷയുടെ 8ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പർ നോക്കാം. 50 മാർക്കിന്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ 8 എണ്ണം ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, എലീശ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ദൈവം രക്ഷകനാകുന്നു എന്നതാണ് എലീശ എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, യൂദയ്ക്ക് പകരം അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയായി നിശ്ചയിച്ചിരുന്നത് എന്താണ്? ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. കർത്താവിന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ മറ്റ് 11 അപ്പോസ്തലന്മാരോടൊപ്പം സഞ്ചരിച്ച ആളായിരിക്കണം എന്നതായിരുന്നു യൂദയ്ക്ക് പകരം അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളിനുണ്ടായിരിക്കേണ്ട യോഗ്യതയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നവയിൽ ഒന്ന്. അത് ഈ ഓപ്ഷനിലുള്ളതിൽ റൈറ്റ് ആൻസർ. മൂന്നാമത്തേത്, തന്നിരിക്കുന്നവയിൽ തൃത്വവിശ്വാസികളായി മരിച്ച എല്ലാവർക്കും കള്ളന് ലഭിച്ച വരം ലഭിക്കണമേ എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഗീതമേത്? മരമതിനുയരെ കർത്താവ് എന്ന ഗീതാണ് അല്ലെ. അതിനകത്താണ് കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടണം. അപ്പം ഗീതം ചൊല്ലി നോക്കിയാൽ അത് കിട്ടും. മരമതിനുയരെ കർത്താവ് എന്നതാണ് അതിന്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, പ്രത്യേക നമസ്കാരം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നോമ്പുകൾ ഏതൊക്കെയാണ്? 3 നോമ്പിനും 50 നോമ്പിനുമാണ് പ്രത്യേക നമസ്കാരം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തുബുദേൻ ഏത്? അവസാനത്തെ തുബുദേനാണ് അല്ലെ. 6ാമത്തെ തുബുദേനാണ് അതിന്റെ ഉത്തരം. ആറാമത്തെ ചോദ്യം, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോവുകയില്ല എന്ന് പ്രസ്താവിച്ചത് ആര്? യേശു ക്രിസ്തുവാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്. ഏഴാമത്തെ ചോദ്യം, ഡിഡാക്കയുടെ ഉള്ളടക്കം എന്ത്? 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലാണ് ഡിഡാക്കയുടെ ഉള്ളടക്കം. എട്ടാമത്തെ ചോദ്യം, മൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം? എന്റെ രാജാവ് നീതിമാനാകുന്നു എന്നതാണ് മൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ. 9ാമത്തെ ചോദ്യം, ദാവീദ് രാജാവിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച പ്രവാചകൻ? നാഥാൻ പ്രവാചകനാണ് ഉത്തരം. 10, യൂദയ്ക്ക് പകരം ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാര്? മത്തിയാസ് ആണ് അതിന്റെ ഉത്തരം. 11, നീ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന ദൈവ സന്ദേശം ഡാഷിനാൽ പൂർത്തിയായി, യേശു ക്രിസ്തുവിനാൽ പൂർത്തിയായി എന്നതാണ് അതിന്റെ ഉത്തരം. ഇനി 12, ഓർത്തഡോക്സ് സഭയിലെ പ്രാർത്ഥനകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഡാഷിലാണ്, തൃത്വസ്തുതിയിലാണ് എന്നതാണ് അതിന്റെ ഉത്തരം. 13, കൽക്കദോൻ സുന്നഹദോസിൽ വെച്ച് ദൈവശാസ്ത്രജ്ഞൻ എന്ന പേര് നൽകി ആദരിച്ച പിതാവ് ആര്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ആണ് അതിന്റെ ഉത്തരം. ഇനി അടുത്തത് പാർട്ട് സി ആണ്. അതിൽ 7 ചോദ്യങ്ങളുണ്ട്. അതിൽ 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് 7 എണ്ണത്തിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. 14, പഴയ നിയമകാലത്തെ ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുവാനുള്ള പ്രധാന കാരണം എന്ത്? ശലോമോൻ രാജാവും ദൈവവുമായിട്ടുള്ള ഉടമ്പടി അദ്ദേഹം തെറ്റിക്കുകയും അങ്ങനെ ദൈവ വഴി വിട്ടുമാറി അദ്ദേഹത്തിന്റെ ഭരണം നിർവഹിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യമാണ് രാജ്യത്തിന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് നാന്ദി കുറിക്കുകയും ശലോമോന്റെ നേതൃത്വത്തിൽ ശക്തമായിരുന്ന ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവിന്റെ വരവ് പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി സൂചിപ്പിച്ചിരിക്കുന്നതിന് ഒരു ഉദാഹരണം എഴുതുക. 2 ഉദാഹരണങ്ങളാണ് പുസ്തകത്തിൽ, 2 റെഫറൻസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യോവേൽ 2-ാം അധ്യായം 28, 29 വാക്യങ്ങൾ. അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആ നാളുകളിൽ ഞാൻ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ രണ്ടാമതായിട്ട് സക്കറിയാവ് 12-ാം അധ്യായം 10-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിത്തുളച്ചവരായ എന്നിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. കടിഞ്ഞൂൽ പുത്രനെക്കുറിച്ച് ദുഃഖിക്കുന്നത് പോലെ അവനെക്കുറിച്ച് കഠിനമായി ദുഃഖിക്കും. ഈ ഒരു 2 റെഫറൻസ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അതാണ് അതിന്റെ ഉത്തരം. അതിലേതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതേണ്ടത്. 16ാമത്തെ ചോദ്യം, ആദിമ ക്രൈസ്തവ സഭ ആരാധനയിൽ അപ്പം നുറുക്കൽ ഒരിക്കൽ പോലും ഒഴിവാക്കിയിരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുകൊണ്ടാണ് അപ്പം നുറുക്കൽ എന്നത് ആദിമസഭ ഒരിക്കലും ഒഴിവാക്കാതിരുന്നത്. ഇനി അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, 1-ാം നൂറ്റാണ്ടിലെ യെരൂശലേം സുന്നഹദോസിന്റെ പ്രാധാന്യം എന്ത്? സഭയിലേക്കുള്ള വിജാതീയരുടെ വരവ് ചില ആശയക്കുഴപ്പങ്ങൾ സഭയിൽ ഉടലെടുക്കുവാൻ കാരണമായി. പുറജാതികളിൽ നിന്നും സഭയിലേക്ക് വരുന്നവർ ആദ്യം യഹൂദനാകണോ, യഹൂദ മര്യാദ പ്രകാരം ജീവിക്കണമോ മുതലായവയായിരുന്നു ഈ ചിന്താക്കുഴപ്പങ്ങൾ. ഇവയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് AD 49 യെരൂശലേമിൽ വെച്ച് കൂടിയ സുന്നഹദോസാണ് യെരൂശലേം സുന്നഹദോസ്. അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം, യെശയ്യാവിന്റെ നാവിനെ സറാഫുകൾ ശുദ്ധീകരിച്ചതിനെ അനുസ്മരിച്ച് ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗീതമേത്? സ്രാപ്പികളെ കണ്ട യേശായ എന്ന ഗീതമാണ് യെശയ്യാവ് ശ്രോപ്പന്മാരെ ദർശിച്ചതിനെ അനുസ്മരിച്ച് ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 19ാമത്തെ ചോദ്യം, വിശുദ്ധ യോഹന്നാൻ 1:1 എഴുതുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാണ് വിശുദ്ധ യോഹന്നാൻ 1:1. 20ാമത്തെ ചോദ്യം, ജനന പെരുന്നാളിലെ തീജ്വാല ശുശ്രൂഷയിൽ മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലുന്നതിന്റെ കാരണം എന്ത്?
കർത്താവിന്റെ ജനന സമയത്ത് മാലാഖമാർ സ്തുതിച്ചതിനെ സ്മരിക്കുവാനായിട്ടാണ് ജനന പെരുന്നാളിലെ തീജ്വാല ശുശ്രൂഷയിൽ മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലുന്നത്. ഇനിയും പാർട്ട് ടി, അതിൽ 7 ചോദ്യങ്ങൾ, അതിലേതെങ്കിലും 5 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 21ാമത്തെ ചോദ്യം, ആദിമ ക്രിസ്തീയ സഭയിലെ ജീവിതക്രമത്തിന്റെ പ്രധാന കാര്യങ്ങൾ എഴുതുക. അവരുടെ ജീവിതക്രമത്തിലെ പ്രധാന കാര്യങ്ങൾ: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടിരുന്നു, കൂട്ടായ്മ ആചരിച്ചിരുന്നു, അവർ അപ്പം നുറുക്കി വന്നിരുന്നു, പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്നു. ഈ 4 പോയിന്റാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, മാമോദിസായിൽ കൂടി ലഭിക്കുന്ന നൽവരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. 2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് 4 പോയിന്റ് എഴുതിയാൽ മതിയാവും. വീണ്ടും ജനനം, പുത്രസ്വീകാര്യം, പരിശുദ്ധാത്മദാനം, പാപമോചനം. ഈ 4 എണ്ണമാണ് മാമോദിസായിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നൽവരങ്ങൾ. 23ാമത്തെ ചോദ്യം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചുരുക്കമായി വിവരിക്കുക. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികൾ, വിദ്യാവിഹീനർ, അംഗവൈകല്യമുള്ളവർ, മനോരോഗികൾ, ദരിദ്രർ, ചേരികളിൽ പാർക്കുന്നവർ, തല ചായ്ക്കാൻ ഇടമില്ലാത്ത തെരുവോരങ്ങളിൽ കഴിയുന്നവർ, കുടുംബാംഗങ്ങൾ ഉപേക്ഷിക്കുന്ന വൃദ്ധന്മാര്, മാറാരോഗികൾ, കുഷ്ഠരോഗികൾ, എയ്ഡ്സ് രോഗികൾ തുടങ്ങി ഒട്ടനവധി പേർ ഈ സമൂഹത്തിലുണ്ട്. ഇവരെ കരുതുവാനും അവർക്ക് വേണ്ടി വിവിധങ്ങളായ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും പൗരബോധമുള്ള നമുക്ക് ഓരോരുത്തർക്കും കടമയും കടപ്പാടുമുണ്ട്. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്കാകുന്നു ചെയ്തത് എന്ന നമ്മുടെ കർത്താവിന്റെ വചനം സമൂഹത്തില് സാധാരണ അവഗണിക്കുന്നവരെ കുറിച്ചാണ്. ഈ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയാവുന്നത് ചെയ്യുക. 24ാമത്തെ ചോദ്യം, യോശിയ രാജാവ് ന്യായപ്രമാണ പ്രകാരം ജീവിച്ചത് എങ്ങനെയാണ്? യോശിയാവ് ദൈവ തിരുമുൻപാകെ സ്വയം താഴ്ത്തിയ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ന്യായപ്രമാണ പ്രകാരം യഹൂദായിൽ നിന്നും സകല വിഗ്രഹങ്ങളും അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും ഒക്കെ തകർത്ത് അത് തീയിലിട്ട് ചുട്ടുചാരമാക്കി. ബഥേലിലെ യാഗപീഠവും പൂജാഗിരികളും നശിപ്പിച്ചു. മലയിലുണ്ടായിരുന്ന ശവകുടീരങ്ങൾ തുറന്ന അവയിലെ അസ്ഥികൂടങ്ങൾ എടുത്ത് ഈ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ച് ബലിപീഠം അശുദ്ധമാക്കി. അതുപോലെ യോശിയാവ് ജനത്തോട് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം പെസഹ ആചരിക്കണമെന്ന് കൽപ്പിച്ചു. യോശിയാവിന്റെ കാലം മുതലാണ് യെരുശലേമിൽ എത്തി ആചരിക്കുന്ന ഒരു പെരുന്നാളായി പെസഹ മാറിയത്. സകല മ്ലേച്ഛതകളും രാജ്യത്ത് നിന്ന് നീക്കി യോശിയാവിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ജീവിച്ച യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, ക്രൈസ്തവ വിശ്വാസത്തിന് നാസിയാൻസിയിലെ മാർ ഗ്രിഗോറിയോസ് നൽകിയിട്ടുള്ള സംഭാവനകൾ എഴുതുക. AD 381 കുസ്തന്തീനോപ്പോലിയ സുന്നഹദോസിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. വിശ്വാസ പ്രമാണത്തിന്റെ 3ാം ഖണ്ഡിക രൂപപ്പെടുത്തുന്നതിൽ സാരമായ പങ്ക് വഹിച്ചു. വിശുദ്ധ തൃത്വം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, നിത്യത ഇവയെ പറ്റിയെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം പഠിച്ചു. ദൈവശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ ആദരിച്ച് കൽക്കദോൻ സുന്നഹദോസിൽ വെച്ച് അദ്ദേഹത്തിന് തെവോലോഗോസ് അല്ലെ ദൈവശാസ്ത്രജ്ഞൻ എന്ന പേര് നൽകി ആദരിച്ചു. അടുത്ത ചോദ്യം, എലീശ പ്രവാചകൻ ചെയ്ത ഏതെങ്കിലും 3 അത്ഭുതങ്ങൾ എഴുതുക. എലീശ പ്രവാചകന്റെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പുസ്തകത്തിലുണ്ട്. ഇതിലേതെങ്കിലും 3 എണ്ണം എഴുതുക. വിധവയുടെ തുരുത്തിയിലെ എണ്ണയുടെ വർധനവ്, ശൂലേംകാരി സ്ത്രീയുടെ വസ്തു തിരികെ ലഭിക്കുന്ന സംഭവം, തനിക്ക് മാളിക പണിതൊരുക്കിയ ശൂന്യംകാരിയുടെ മകനെ ഉയർപ്പിച്ച സംഭവം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഇനിയും അടുത്ത ചോദ്യം, പെന്തിക്കോസ്തി ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കുക. പെന്തിക്കോസ്തി ദിവസം യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയയും ഒരുമിച്ച് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. ഈ ഒച്ചയും ബഹളവും കേട്ടിട്ട് പല രാജ്യങ്ങളിൽ നിന്നും വന്നവരായി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടേക്ക് വന്നുകൂടി. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച, പണ്ഡിതരല്ലാത്ത ശിഷ്യന്മാർ തങ്ങൾക്ക് മുൻപരിചയമില്ലാത്ത ഭാഷകളിൽ സംസാരിക്കുന്നതാണ് അവർ കണ്ടത്. ഇത് കണ്ട് ജനമെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ ഇവർ സംസാരിക്കുന്ന ദൈവവചനം അവിടെ കൂടിയിരിക്കുന്നവർക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കുന്നതിനും കാരണമായി. ഇതിനെ തുടർന്ന് പത്രോസ് ഈ ജനങ്ങളോട് സംസാരിക്കുകയും അന്ന് 3000-ഓളം ആൾക്കാർ ഈ പ്രസംഗം കേട്ട് യേശുവിൽ സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തു. സഭാ വളർച്ചയുടെ ആദ്യ ദിനമായിരുന്നു അന്ന്. ഇനിയും പ്രാർത്ഥനാ ഗീതം എന്ന ഭാഗത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 28, പ്രാർത്ഥന പൂരിപ്പിക്കാനുള്ള ചോദ്യം. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ അതുമുതൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്ന് വരെയുള്ള ഭാഗമാണ് ചൊല്ലേണ്ടത്, എഴുതേണ്ടത്. മാലാഖമാരുടെ സ്തുതിപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ നിന്നാണ് പ്രാർത്ഥന ഇപ്രാവശ്യം ചോദിച്ചത്. 29ാമത്തെ ചോദ്യം, എൻ്റെ നീതിയായ ദൈവമേ എന്ന് ആരംഭിക്കുന്ന 4-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികളിൽ കർത്താവിൽ ആശ്രയിക്കണം. ഭക്തൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്. കിടക്കയിലുള്ള ധ്യാനത്തിന് പ്രാധാന്യമുണ്ട്. വ്യർത്ഥമായ സ്നേഹത്തിലും വ്യാജ അന്വേഷണത്തിലും നിലനിൽപ്പില്ല. ദൈവം നൽകുന്ന മുഖപ്രകാശം ഭക്തർക്ക് ലഭിക്കും. സമാധാനത്തോടെയുള്ള ഉറക്കം തരുന്നതും ഭയത്തെ ദൂരീകരിക്കുന്നതും കർത്താവാണ്. ഈ 6 പോയിന്റുകളാണ് 4-ാം സങ്കീർത്തനത്തിന്റെ
നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ. ഇനി അടുത്തത് 30ാമത്തെ ചോദ്യം ഗീതം പൂരിപ്പിക്കാനാണ്. ദൈവം സൃഷ്ടിച്ചാദത്തെ എന്ന ഗീതമാണ്. അത് മുഴുവനായിട്ട് എഴുതുക. 31 മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജ. ഈ ഗീതത്തിന്റെ 4 വരിയുടെ അർത്ഥം എഴുതുക. മരിച്ചവർക്ക് ജീവൻ നൽകുവാൻ എഴുന്നള്ളുന്ന കർത്താവ് ആകാശത്തിലെ അഴകുള്ള മേഘങ്ങളിൽ ആഘോഷത്തോടെ വരും. കർത്താവിന്റെ വരവിന് മുൻപായുള്ള കാഹള ശബ്ദം കേട്ട് കബറിലുള്ള ഭക്തന്മാർ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനെ എതിരേൽക്കുവാനായിട്ട് പുറപ്പെടും. കർത്താവിന്റെ 2ാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കാവ്യാത്മകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 4 വരികൾ. ഇനി അടുത്തത് 32 എസ്സേ ആണ്. വിശുദ്ധ കുർബാനയുടെ മുൻകുറികളായിട്ട് നാം മനസ്സിലാക്കുന്ന പഴയ നിയമ സംഭവങ്ങൾ വിവരിക്കുക. വിശുദ്ധ കുർബാനയുടെ മുൻകുറികൾ എന്ന ഒരു പാഠഭാഗമുണ്ട്. അതിൽ 9 പോയിന്റുകളാണുള്ളത്. അത് ഓരോന്നും വിവരിച്ച് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. 9 പോയിന്റുകൾ മാത്രം ഞാൻ പറയാം. 1 ഏദനിലെ കനി, 2 ഹാബേലിന്റെ കാഴ്ച, 3 മൽക്കീസദേക്കിന്റെ കാഴ്ച, 4 കരുവേലകത്തിൽ അബ്രഹാം കണ്ട കുഞ്ഞാട്, 5 ഇസ്രയേൽക്കാർക്ക് മരുഭൂമിയിൽ ലഭിച്ച മന്ന, 6 ദാവീദ് ഭക്ഷിച്ച കാഴ്ചയപ്പം, 7 ഏലിയാവിന് കാക്ക നൽകിയ അപ്പം, 8 കർമ്മേൽ മലയിലെ ബലി, 9 യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ച തീക്കനൽ. ഇത്രയുമാണ് വിശുദ്ധ കുർബാനയുടെ മുൻകുറികളായിട്ട് ഉള്ളത്. ഇനിയും 33 ഇന്നത്തെ കാലഘട്ടത്തിൽ പൗരധർമ്മം എങ്ങനെയൊക്കെ നിർവഹിക്കാം എന്ന് വിവരിക്കുക. ജനറലി നമുക്ക് എഴുതാവുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം കടമകളാണ് നിർവഹിക്കേണ്ടത് എന്നത്. അത് നിങ്ങൾക്കൊരു പാഠം പഠിക്കാനുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വിവരിക്കാവുന്നതാണ്. 34 വിശുദ്ധ മാമോദിസ ശുശ്രൂഷയിലെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കുക. വിശുദ്ധ മാമോദിസ ശുശ്രൂഷയിൽ 10 കർമ്മങ്ങൾ നിങ്ങൾക്ക് 1, 2, 3 ഇട്ടിട്ട് പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. അതിൽ ഓരോ പോയിന്റും ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. 1 മാമോദിസയ്ക്കുള്ള ഒരുക്കം, 2 സമർപ്പണം, 3 പേരിടിയിൽ കർമ്മം, 4 ഭൂതോച്ചാടനം, 5 വിശ്വാസ പ്രമാണം, 6 മുദ്രയിടൽ, 7 കഴുകൽ, 8 മൂറോൻ അഭിഷേകം, 9 വിശുദ്ധ കുർബാന അനുഭവം, 10 പിരിച്ചുവിടൽ. ഇത്രയുമാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഓരോ പോയിന്റ് എഴുതി അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് വേണം എസ്സേ എഴുതാനായിട്ട്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 8ാം ക്ലാസ്സിലെ ഈ വർഷം ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചത്. നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രയോജനകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.